നമസ്തേ ചേച്ചി. നമസ്തേ നമസ്തേ. ഹാർട്ടി കൺഗ്രാറ്റ്സ്. ചേച്ചി ഇരിക്കണം. അയ്യോ കാർത്തിക്, ഹാർട്ടി കൺഗ്രാറ്റ്സ്. ഈ ക്രെഡിറ്റ് മുഴുവൻ അമ്മ കാരണമാണ് കിട്ടുന്നതെന്ന് പറയാം. അത് അമ്മയ്ക്കായിട്ട് ആദ്യം കൊടുക്കാനില്ലേ അമ്മ? സത്യം. പക്ഷെ ഭയങ്കര സന്തോഷം കേട്ടോ. ഇപ്പൊ അവാർഡ് വിന്നറൊക്കെ ആയിട്ട് ചെലവൊന്നുമില്ലേ? എന്ന് ചെലവാണിത്. അതെന്റെ ചെലവ്. ചേച്ചി അങ്ങനെ പോരാ. വെരി സോറി. സത്യം പറഞ്ഞ കാർത്തികിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അപ്ഡേറ്റഡ് ആണ്, ഈവൻ മീഡിയ വൈസിലും ഫാമിലിനെ കുറിച്ചും ഒക്കെ. പക്ഷെ എന്നാലും കാർത്തികിന്റെ ഒന്ന് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. അമ്മയെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുക വേണ്ട, ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മയെ നല്ലോണം അറിയാം. എന്തായാലും വീട്ടിന്റെ വിശേഷം, അച്ഛൻ, സിബ്ലിങ്സ്, അതൊക്കെ കുറിച്ച് ഞങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? സിബ്ലിങ്സ് ഇല്ല, ഞാൻ ഒറ്റയാനാണ്. മുഴുവൻ പിടിച്ചെടുത്തു അല്ലേ ചേച്ചി? ആ പോട്ടെ. ഒറ്റയാള്, അച്ഛൻ, അമ്മ, പിന്നെ വല്യച്ഛൻ. ഓക്കെ. ഇതാണ്. ആരാണ് ഏറ്റവും കൂടുതൽ കാർത്തികിനെ സപ്പോർട്ട് ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യുന്ന അമ്മ തന്നെ, അതിനകത്ത് ഇത് മാറ്റമില്ല. അമ്മയുടെ സപ്പോർട്ടാണ്. കാരണം ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ്, ഞാൻ ഈ ഒരു മേഖലയിൽ ഭയങ്കരമായി ആക്റ്റീവ് ആവാൻ കാര്യം അമ്മ തന്നെ. കാരണം ഞാൻ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഡെയിലി സൗണ്ട് എഞ്ചിനീയറിംഗ് വർക്ക്സ് മാത്രമായിട്ട് ഇങ്ങനെ നിന്ന സമയത്താണ് അമ്മ പറഞ്ഞ, അമ്മയ്ക്ക് എൻ്റെ ഈ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഇതൊക്കെ അറിയാം. അങ്ങനെയാണ് അമ്മ പറഞ്ഞത്, നിനക്ക് അതിലേക്കൊക്കെ പോകണ്ടേ, നീ ഇതിവിടെ തന്നെ ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അന്ന് നല്ല ശമ്പളം ഉണ്ടായിരുന്ന ജോലിയാണ്. അത് രാജിവെപ്പിച്ചിട്ടാണ് ഇതിലോട്ട് ഇറക്കുന്നത്. നല്ല അമ്മയെ തൊഴുതു ഞാൻ. എന്നിട്ട് അങ്ങനെയാണ് പിന്നെ ഇതിലോട്ട്. അപ്പൊ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പൊ എന്നോട് ഞാൻ ചോദിക്കുമ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ വല്ല ഓഡിഷന് പോകും, ഇല്ലെങ്കിൽ ചുമ്മാ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ എഴുതും, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ എന്തേലും അമ്മയുടെ ഒരു വിശ്വാസം. അപ്പൊ അതനുസരിച്ച് വന്ന് എന്തായാലും അധികം താമസിയാതെ കണക്റ്റായി ഇങ്ങനെ വന്ന്. ശരിക്കും ഇതിലേക്ക് വരുമ്പോൾ ഉള്ള കണ്ടന്റ് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നല്ലോ. അപ്പൊ ഈ റീൽസ് ചെയ്യുമ്പോഴും ആ കണ്ടന്റിനെ കുറിച്ചും ഒക്കെ കാർത്തിക് എങ്ങനെ അത്രയും ക്രിയേറ്റീവ്? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഫിലിം ക്ലബിന്റെ ഇതായിട്ട് ഷോർട്ട് ഫിലിംസ് ചെയ്തായിരുന്നു. അതായിരുന്നു ആദ്യത്തെ ഷോർട്ട് ഫിലിംസ് ഒക്കെ. പിന്നെ ഇപ്പം ഇവിടെ സൗണ്ട് എഞ്ചിനീയറിംഗ് ഒക്കെ വിട്ടിട്ട് ഇവിടെ വന്നതിന് ശേഷം ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ വന്നു. ഈ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പൊ അതിൽ വിന്നർ ആവുന്നു, സിനിമാക്കാർ കാണുന്നു, എന്നെ വിളിക്കുന്നു. ഇതാണ് നമ്മുടെ ഒരു തോട്ട്. അതെ, അങ്ങനെ ചിന്തിച്ചു വെച്ചൊരു സംഭവം ചെയ്തു. അത് ഫൈനലി പോലും വന്നില്ല, സെലക്ട് ആയതില്ല. അത് കണ്ട് അപ്പൊ അത് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് പ്രദീപ് എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുണ്ട്. ആ മന്ത്രി ഇതെടുത്ത് നമുക്ക് ഫേസ്ബുക്കിലോ വല്ലതും ഇട്ടാലോ എന്ന് ചോദിച്ചു. അപ്പൊ അന്ന് ഈ ഫേസ്ബുക്ക്, യൂട്യൂബ് ഇത്ര ഇതില്ല. ഞാൻ നിനക്ക് വേണം എടുത്തിട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവനെടുത്തിടുക. എൻ്റെ ഷോർട്ട് ഫിലിം എടുത്ത് അവനെടുത്തിട്ടു. അതേതാണ്ട് ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര വ്യൂഷിപ്പ് ഒക്കെ വന്ന് അങ്ങനെയാണ് പിന്നെ ഇത് കൊള്ളാം സോഷ്യൽ മീഡിയയിലോട്ട് ഇറങ്ങുന്നത്. ഏറ്റവും കൂടുതൽ വൈറലായത് അത് ഫസ്റ്റ് ഈ പറഞ്ഞ ഷോർട്ട് ഫിലിം. അതെന്ന് വെച്ചാൽ കല്യാണത്തിന്റെ തലേന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ ഒളിച്ചോടുന്നതും അവള് ഒരു സ്ട്രേഞ്ചറെ പരിചയപ്പെടുന്നതും അവർക്കുണ്ടാകുന്ന മാറ്റവും അങ്ങനെയൊക്കെയാണ് അത് പൊക്കൊണ്ടിരുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് ചിന്തിക്കുമ്പം ഇപ്പം എന്താ അറിയോ, കാർത്തികിനുള്ള ഡിഫറൻസ് ആണ് ഞാൻ പറയുന്നത്. എന്നാന്ന് വെച്ചാൽ ഈ നാട് ഓടുമ്പോ നടുവേ ഓടണം എന്ന് പറയുന്നതിൽ ഞാൻ ഏറ്റവും വലിയ എക്സാമ്പിൾ കാർത്തികിനെ കാണുന്നത്. കാരണം തുടങ്ങിയ കണ്ടന്റ് അല്ല ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ എങ്ങനെ ഈ ഒരു കണ്ടന്റ്സ് മാറുന്നതും അതെങ്ങനെ അത് ആ മാറ്റം കൊണ്ടുവരുന്നത്? അല്ല, അത് ചിലതൊക്കെ നമുക്ക് ഇടുമ്പോ തന്നെ ആളുകളുടെ ഇത് മാറ്റം കമന്റ്സിൽ കൂടെ മനസ്സിലാവൂല. ചിലതൊക്കെ ഇടുമ്പോ വരും, മനസ്സിലാവും. അപ്പൊ നമുക്ക് അറിയാം ഇതെങ്ങനെ എങ്ങോട്ടാ പോകുന്നത്, പുതിയ കാര്യം. പിന്നെ ഇതിനകത്തിൽ നല്ലതായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് പുതിയ ആൾക്കാരുടെ വീഡിയോസ് കാണുകയും അങ്ങനെ എല്ലാം ഇരുന്ന് കാണും ഞാൻ. അത് ശരിക്കും മാർക്കറ്റ് വാല്യൂ അനുസരിച്ചാണ് മാറ്റുന്നത്. അതും ബിസിനസ് ചിന്തിക്കണമല്ലോ. മാർക്കറ്റ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ വരും. നമ്മളൊരു കണ്ടന്റ് ഇടുമ്പോഴേ ഇട്ടിട്ട് അതിനകത്തിൽ വരുമ്പോൾ അറിയാം ഇത് എവിടെ ക്ലിക്ക് ആവും എന്നൊരു കാൽക്കുലേഷൻ വരും, ഒരു ഇത് വരും. അപ്പോൾ പിന്നെ ചില ആളുകൾ വന്ന് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ചില വീഡിയോസ് ഒക്കെ വരുമ്പോൾ പുതിയ മാറ്റം. അപ്പോൾ അത് ആക്ച്വലി നമ്മൾ എവിടെയാണ് സ്റ്റക്കായി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പുതിയ മാറ്റങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു കലാകാരൻ എന്ന നിലയിൽ നമ്മൾ പല കാര്യങ്ങളും ഞാൻ അന്ന് ചെയ്തത് ഹിറ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്നിടത്താണ് നമ്മൾ ബ്ലോക്ക് ആയി പോകുന്നത്. അപ്പോൾ പുതിയൊരു കണ്ടന്റ് വരും. ഇപ്പം നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് സെന്റിമെന്റൽ അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണെങ്കിൽ ലോക്ക്ഡൌൺ ആ ഒരു സമയത്തേക്ക് വന്നപ്പം കുറച്ചുകൂടെ മാറി, കുറച്ചുകൂടെ ആളുകൾക്ക് കുറച്ചുകൂടെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ വേണം, ചിരിക്കണം. അതെ. അപ്പൊ നമ്മൾ അതേ പിടിച്ചോണ്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്നേനെ. പക്ഷെ ഇത് ഇങ്ങനെ സാധനം ഞാനൊന്ന് മാറ്റിയപ്പോ കുറച്ചുകൂടി എനിക്ക് വ്യൂവർഷിപ്പും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ ആ ഹ്യൂമർ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ സ്വീകാര്യത ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മളത് മാറാൻ തയ്യാറാന്നുള്ളതാണ്. ഈ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കും ഒരു പുതിയ റീൽ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് എടുക്കാനോ? അല്ല, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മൈൻഡിൽ എന്തൊരു തോട്ട് വന്ന് അത് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ ഇട്ടിട്ട് ഒന്ന് പരിവപ്പെടുത്തിയിട്ട് പിന്നെ എടുക്കാന്നുള്ള ഒറ്റ ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും ഞങ്ങളുടെ ആ ഇതൊക്കെ എടുക്കുന്ന ഒറ്റ ദിവസം കൊണ്ടാണ്. ഒറ്റ ദിവസം കൊണ്ടൊക്കെ എടുക്കുന്നത്. ചിലപ്പോ രാവിലെ അടുക്കളയിൽ നിൽക്കുമ്പോഴായിരിക്കും പറഞ്ഞത് അമ്മ പെട്ടെന്നൊന്ന് റെഡി ആയിക്കോണേ. അത് പോട്ടെ,
അമ്മയുടെ എൻട്രി എന്ന് പറഞ്ഞേ അതോടെ നിക്കട്ടെ. സാധാരണ ഗതിയില് ചേച്ചിയൊക്കെ 90s 80s കിഡ്സ് ആണല്ലോ. അമ്മമാരോടൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ കൂട്ടിക്കോ എന്നതേലും അമ്മ ഒന്ന് ചെയ്ത് പോള പണി നോക്കി എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും പണി എടുക്കുമ്പോഴായിരിക്കും ഉമ്മാര് വന്നേച്ച് പരിപാടി പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ അടുക്കളപ്പണി തീർക്കോ ഇവന്റെ പരിപാടി തീർക്കോ? അന്നേരം എന്നായിരുന്നു റിയാക്ഷൻ? എങ്ങനെ കൊച്ചു വന്ന് ആദ്യം പറഞ്ഞേ? ഒരു ദിവസം എന്നോട് വന്ന് പറഞ്ഞു, ഇത് ഞാൻ രാവിലെ ഇങ്ങനെ നോക്കിയപ്പോ ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കുന്നു, ഒരു പുസ്തകം എന്തോ നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറകെ കൂടെ ഒന്ന് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഒരു വീഡിയോ ചെയ്യണം, അമ്മയൊന്ന് റെഡിയാവേ. ഞാനോ? ഞാനില്ലെന്ന് പറഞ്ഞു. അത് പറ്റത്തില്ല, അമ്മ റെഡിയായേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, കഷ്ടമാണ്, ഞാൻ ഇല്ല എനിക്ക് പറ്റത്തില്ല, നീ വേറെ ആരെങ്കിലും അപ്പോൾ ലോക്ക്ഡൗൺ അല്ലേ, ആരെയും വിളിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ പറഞ്ഞു, എന്നാ അമ്മ ഒരാളിനെ വിളിച്ചോണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ നിർബന്ധിച്ച് പറഞ്ഞാണ്. അമ്മ ഫസ്റ്റ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ ആസ് എ ഡയറക്ടർ ഒരു ആർട്ടിസ്റ്റ് വന്നപ്പോ എങ്ങനെയായിരുന്നു ഒന്ന് പറഞ്ഞേ? അമ്മയാന്നുള്ള രീതിയിൽ പറയരുത്. അമ്മയാന്നുള്ള രീതി പറഞ്ഞില്ല, അതാണ് വഴക്ക് വഴക്ക്. ഇങ്ങോട്ട് നിക്ക്, ഇവിടെ നിക്ക്. അമ്മ ഇതിങ്ങനെ ഇവിടൊക്കെ നിന്നിട്ടേ ക്യാമറയിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ തലയെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ എല്ലാം. ഇവിടെ ശ്രദ്ധിക്കുക, അവിടെ ശ്രദ്ധിക്കുക. എന്ത് പറയുന്നിടത്ത് കേൾക്കുന്നില്ല. ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഇഷ്ടത്തിനൊക്കെ അമ്മ അങ്ങോട്ട് പോകുന്നു, ഒത്തിരി ഫ്രെയിം വിട്ടൊക്കെ പോവുക. അപ്പൊ ഞാൻ പറയും എനിക്ക് പറ്റില്ല, എന്നാ നീ വേറെ നമുക്ക് അരിശം പിടിക്കും അല്ലേ, കൊണ്ടുപോ, എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ അങ്ങനെയായിരുന്നു ഞാൻ. പിന്നെ അമ്മ യൂസ്ഡായി. പിന്നെ അതെന്താ അറിയോ, ആദ്യം ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴും അമ്മയ്ക്ക് താല്പര്യമില്ല, ഇനി അടുത്ത പരിപാടിക്ക് വിളിക്കരുത് എന്നുള്ളൊരു ഇതിൽ തന്നെയായിരുന്നു. ഇത് ഞാൻ വന്നത് ഇതൊക്കെയല്ലേ അമ്മ അത് തന്നെ. ഇത് അങ്ങോട്ട് ക്ലിക്ക് ആയി കഴിഞ്ഞപ്പോ പതിയെ ഇരുന്ന് യൂട്യൂബിൽ കമന്റ്സ് ഒക്കെ കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അടുത്തത് എപ്പോഴാ ഷൂട്ട് അത് കൊള്ളാം അല്ലേ? അങ്ങനെ. Ali's Kitchen. Let's cook with love.